ഒരു ചാർട്ട് കണ്ടാൽ അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബയാസ് നിങ്ങൾക്ക് അറിയാനാവുമോ? അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുകയാണോ സെൽ ചെയ്യുകയാണോ അഥവാ അക്യുമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് നമുക്ക് ഏതാനും ചാർട്ടുകളിലൂടെ പരിശോധിക്കാം. ആദ്യമായി നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ അക്യുമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ നടക്കുന്നത് എന്നാണ് ചോദ്യം. അതിനായി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്ത് ആലോചിക്കാം. മന്ത്ലി ചാർട്ടാണിത്, ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റാം. വീക്ക്ലി ചാർട്ടിലെയും ഇത് നിങ്ങൾക്ക് ഇത് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ അക്യുമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം കമന്റ് ചെയ്യുകയും ഇതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് ചാർട്ടുകൾ കൂടെ കാണാം. അതിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയാസ് കൂടെ കമന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. HDFC ബാങ്ക്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. HDFC ബാങ്കിൽ ഇത് വീക്ക്ലി ചാർട്ടാണ്. ഇവിടെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയാസ്? നിങ്ങൾ എന്ത് പറയുന്നു? ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങുകയാണോ വിൽക്കുകയാണോ ചെയ്യുന്നത്? ഇനി അതിന്റെ മന്ത്ലി ചാർട്ടും ലോങ് ടേം വ്യൂവും കാണിക്കാം. ഇതിന്റെ മന്ത്ലി ചാർട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ലാസ്റ്റ് 3 മന്ത് അത് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഉത്തരം നിങ്ങൾക്ക് ആലോചിക്കാനുള്ള അവസരം ഞാൻ തരികയാണ്. ഇതാണ് ഇതിന്റെ മന്ത്ലി ചാർട്ട്. സ്റ്റാർട്ടിങ് മുതലുള്ള, അതായത് ഏകദേശം 1996 മുതലുള്ള ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വോള്യൂം അനലൈസ് ചെയ്യാം, പ്രൈസ് അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് കൂടെ അനലൈസ് ചെയ്യാം. ഡെയിലി ചാർട്ടിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് ഡെയിലി ചാർട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാർട്ടിലേക്ക് പോവാം. അതും വീണ്ടും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്, ITC. ഇതിലെന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയാസ്? എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ആണോ ബൈയിങ് ആണോ? വീക്ക്ലി ആൻഡ് മന്ത്ലി ചാർട്ട് കാണിക്കാം. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. ആൻഡ് മന്ത്ലി ചാർട്ട് അതുപോലെ ഹോൾ ചാർട്ട് തുടക്കം മുതലുള്ളത് കാണിക്കാം. ഇതാണ് തുടക്കം മുതലുള്ള ചാർട്ട്, മന്ത്ലിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്ത് ആലോചിക്കാം. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതാണ് ഹോൾ വ്യൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എവിടെ അക്യുമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ? ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുകയാണോ സെൽ ചെയ്യുകയാണോ? എന്താണ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ തുടക്കത്തിലേക്ക് വരാം. ഏഷ്യൻ പെയിന്റ് ഉത്തരത്തിലേക്ക് വരാം. ഏഷ്യൻ പെയിന്റ് വൺ ഓഫ് ദ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക് ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഫണ്ടമെന്റൽ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. നമുക്ക് ഏതായാലും ഇതിലെ ബേസിക് ടെക്നിക്കൽ അനാലിസിസ് ഒന്ന് നോക്കാം. പൊതുവെ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് അല്ലെങ്കിൽ ട്രെൻഡ് ചാനൽ വരക്കാറുണ്ടല്ലോ, അതൊന്ന് വരയ്ക്കാം. ഓക്കെ, വരയ്ക്കുമ്പോൾ ഇതൊരു ലോങ് ടേം അപ് ട്രെൻഡിലായിരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്തത് IPOയിൽ വന്നത് 1995 വിചാരിക്കുന്നത്. NSE ആണ്. അതിനു മുമ്പ് BSEയിൽ ഉണ്ടോ എന്ന് അറിയില്ല, നോക്കിയിട്ടില്ല. 1995 മുതൽ 1999 വരെ ഒരു അക്യുമുലേഷൻ പീരീഡ് ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് മുകളിലേക്ക് മാത്രമാണ് ലോങ് ടേമിൽ പോയിട്ടുള്ളത്. ആകെ ഒരു അപവാദം എന്ന് പറയാവുന്നത് നമുക്ക് 2008 ഉണ്ടായിരുന്ന റിസഷൻ. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നു. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഈ ഒരു ചാർട്ടാണ് നമ്മൾ കാണുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ നമ്മുടെ പഴയ 5 വീഡിയോസ് കണ്ടവരാണെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നും ഈ ട്രേഡിംഗ് റേഞ്ച് ഇതിന്റെ അപ്പർ ബൗണ്ടറി ലോവർ ബൗണ്ടറി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല ഇതിലെ ഫേസ് C എവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. എവിടെയാണ് ഇതിന്റെ പ്രിലിമിനറി സപ്ലൈ, ആദ്യമായിട്ട് എവിടെയാണ് സപ്ലൈ വന്നിട്ടുള്ളത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല ഓരോ ഫേസുകളും A മുതൽ E വരെയുള്ള ഫേസുകൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഇതിന്റെ ബാക്കി അനാലിസിസിലേക്ക് വരാം. ഇതിന്റെ ഫേസ് അനാലിസിസ് നമ്മളുടെ ഉദ്ദേശമല്ല, കാരണം നമ്മൾ ഫേസ് അനാലിസിസിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഓരോ അപ്പ് സ്വിങ്ങുകളും ഡൗൺ സ്വിങ്ങുകളും അനലൈസ് ചെയ്ത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുകയാണോ സെൽ ചെയ്യുകയാണോ എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ
ഈ ഒരു അപ്സ്വിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റോക്കിൽ ബൈയിങ് ക്ലൈമാക്സ് വന്നു. അതിനുശേഷം സംഭവിച്ച ഫസ്റ്റ് അപ്സ്വിംഗ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അപ്സ്വിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എങ്കിലും താഴെ റേഞ്ച് മുതൽ മുകളിലേക്കുള്ള റേഞ്ച് വരെ പോയിട്ടുള്ള ആ ഒരു അപ്സ്വിംഗ് നിങ്ങൾ നോക്കുമ്പോൾ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ആ സമയത്തുണ്ടായ വോളിയം എങ്ങനെയാണെന്ന് നോക്കും. ആ സമയത്തുണ്ടായിട്ടുള്ള വോളിയവും കുറഞ്ഞ വോളിയത്തിലാണ് അത് മൂവ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ വോളിയം കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചാർട്ട് ഇങ്ങനെയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ അപ്പർ ട്രേഡിംഗ് ബൗണ്ടറിയും അതുപോലെ തന്നെ ലോവർ ട്രേഡിംഗ് ബൗണ്ടറിയും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഇതിന്റെ ബൈയിങ് ക്ലൈമാക്സുകളും സെല്ലിംഗ് ക്ലൈമാക്സുകളും കൂടാതെ ഓട്ടോമാറ്റിക് റാലിയും എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എവിടെയാണ് പ്രിലിമിനറി സപ്ലൈ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബൈയിങ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മാക്സിമം സെൽ ചെയ്യുകയും സാധാരണക്കാർ ബൈ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ബൈയിങ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് ചില വൈക്കോഫിയൻസിന്റെ ഇടയിൽ അത് ഇന്റർചേഞ്ചബിൾ ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ നമ്മൾ ഇന്ന് ഫേസ് അനാലിസിസ് അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പകരം നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ചാർട്ടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന്. കാരണം നിങ്ങൾ നമ്മുടെ പഴയ 5 വീഡിയോസും കണ്ടവരായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചാർട്ടാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ട്രേഡിംഗ് റേഞ്ചുകൾ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടറീസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനാവും. നിങ്ങൾ അതുപോലെ തന്നെ ഫേസ് സി എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. എന്ന് നമ്മൾ ഇതിന്റെ ഫേസ് അനാലിസിസ് അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഫേസ് അനാലിസിസ് നമ്മൾ ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ പ്രിലിമിനറി സപ്ലൈ എവിടെയാണ് വന്നിട്ടുള്ളത് എന്നെല്ലാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യുകയാണ്. അതായത് ഇതിലുള്ള ഓരോ അപ് സ്വിങ്ങുകളും ഡൗൺ സ്വിങ്ങുകളും നമ്മൾ അനലൈസ് ചെയ്ത് ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുകയാണോ സെൽ ചെയ്യുകയാണോ ചെയ്യുന്നത് എന്ന് കണ്ടെത്താനാണ് ശ്രമം. ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. അതായത് നമ്മൾ ലൈൻ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാനാവും ഓരോ അപ് സ്വിങ്ങുകളുടെയും അപ്വേർഡ് മൂവ്മെന്റിന്റെ ഹൈറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പക്ഷെ ചിലരെങ്കിലും ഇതൊരു അപ്വേർഡ് ട്രയാങ്കിൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം നമുക്ക് ഇവിടെ നിന്നും വീണ്ടും മുകളിലേക്കും ഒരു സ്ലോപ്പിംഗ് സ്ട്രക്ചർ വേണമെങ്കിൽ അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ലൈൻ വേണമെങ്കിൽ വരയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിരുന്നാലും ഇവിടെ വൈക്കോഫ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ ക്യാൻഡിലിന്റെയും അപ്വേർഡ് മൂവ്മെന്റ്, അത് മുകളിലേക്ക് നടത്തിയിട്ടുള്ള മൂവ്മെന്റ്, അതിനെടുത്തിട്ടുള്ള സമയം, അതിലുള്ള സ്റ്റീപ്നെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനലൈസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത്രയും സ്റ്റീപ്നെസ് ഇല്ല രണ്ടാമതുണ്ടായിട്ടുള്ള മൂവ്മെന്റിന്, അത്രയും ഇല്ല മൂന്നാമതുണ്ടായിട്ടുള്ള മൂവ്മെന്റിന്. ഓക്കെ, അതുകൊണ്ട് ഓരോ തവണയും അത് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അതിൽ സെല്ലിംഗ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈ ചെയ്യുന്നത് സാധാരണക്കാരാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അത് ആ ഫേസ് സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് താഴേക്ക് മൂവ് ചെയ്യുന്നു. ആ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കൂ. ആ മൂവ്മെന്റ് തന്നെ ഒരു ബ്രേക്ക് ഡൗൺ, ഗ്യാപ് ഡൗൺ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്നിട്ട് അത് ചെന്നെത്തിയിട്ടുള്ളത് നമ്മളുടെ പ്രിലിമിനറി സപ്ലൈയുടെ ലോയിലേക്കാണ്. പ്രിലിമിനറി സപ്ലൈയുടെ ലോയിൽ നിന്നും അത് വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. മുകളിലേക്ക് മൂവ് ചെയ്യുന്ന അപ്പ് മൂവ് എത്രത്തോളം നൽകുന്നുണ്ട് എന്ന് നോക്കും. ഇത് വന്നിട്ടുള്ളത് നമ്മളുടെ ട്രേഡിംഗ് റേഞ്ചിന്റെ
ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള ട്രേഡിംഗ് റേഞ്ചിന്റെ പകുതിയിലേക്ക് വന്ന് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? യെസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇതിന്റെ വീക്ക്നെസ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അവസാനം വന്ന ഭാഗം മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് ഈ വീക്ക്നെസ് കാണാനാവും. അവസാനം സംഭവിച്ച ഭാഗത്ത് നമുക്ക് ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു സ്ലോപ്പിംഗ് സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്. സ്ലോപ്പിംഗ് സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇത് ഒരു സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. രണ്ട് പാരലൽ ലൈൻസ് എടുത്ത് ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫേസ് സിയും നിങ്ങൾക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാനാവും. ഫേസ് സി സംഭവിക്കുന്നത് ഇവിടെയാണ്. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു, റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ നിലവിലെ അവസ്ഥ. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നു, വീണ്ടും റീഡിസ്ട്രിബ്യൂഷൻ നടന്നു. ഇനി എപ്പോഴാണ് ഈ സ്റ്റോക്കിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിൽ വീണ്ടും ഒരു എൻട്രിക്ക് ശ്രമിക്കാൻ പറ്റുക? അതിന് ഇനി ഇതിന്റെ അവസാന ഭാഗത്തേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ താഴേക്ക് പോയ ബ്രേക്ക് ഡൗൺ, ഗ്യാപ് ഡൗൺ നമ്മൾ പറഞ്ഞു. അതിനുശേഷം സംഭവിച്ചിട്ടുള്ള ഈ ചെറിയ ട്രേഡിംഗ് റേഞ്ച്, ഇത് സാധാരണക്കാർ ബൈ ചെയ്യുന്നതാണ്. അതായത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്ന് കാണുമ്പോൾ സാധാരണക്കാർ ഇത് വാങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അൺഇൻഫോംഡ്, ഇത് താഴേക്ക് പോയതിന്റെ ഇതിന്റെ അവസാന ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാവും ഇവിടെ വീണ്ടും ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും നമുക്ക് കാണാം ഇത് ഇവിടെ ബൈ ചെയ്യുന്നത് സാധാരണക്കാരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിൽ എടുത്തതിനേക്കാൾ കുറഞ്ഞ സമയമാണ് വീണ്ടും രണ്ടാമത് എടുത്തിട്ടുള്ള ഡൗൺ മൂവിനെ പെട്ടെന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ മുകളിലേക്ക് പോയിട്ടുള്ളത്, അതായത് അവസാനം സംഭവിച്ചിട്ടുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസ്, അവസാന ഭാഗത്ത് സംഭവിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസ് കാണിക്കുന്നത് സ്ട്രെങ്ത് അല്ലേ എന്ന് നമുക്ക് തോന്നാം. കാരണം അതിൽ നല്ല വോളിയവും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ തോന്നാം. പക്ഷേ ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ സ്ട്രെങ്ത് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മുമ്പ് വരച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ ട്രേഡിംഗ് റേഞ്ചിന്റെ പകുതിക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ റേഞ്ചിന്റെ മുകളിലേക്കോ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടെ നമ്മൾ അടുത്ത ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ ഒരു അപ്സ്വിങ്, ഇത് നിങ്ങൾക്കൊരു അപ്സ്വിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അപ്സ്വിങ്ങുകളുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അത് സ്റ്റീപ്പ് ആണോ അതോ അത്
സ്റ്റീപ്പ് അല്ലയോ, അതായത് അതിന് ചെരിവ് കൂടുതലാണോ കുറവാണോ, എത്ര സമയം എടുത്തു എന്നൊക്കെ വീണ്ടും അനലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാനാവും. മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത് റീഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. അത് നമ്മളുടെ ഫ്യൂച്ചർ വീഡിയോയുടെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്യാം. ഇനി നമ്മളുടെ അടുത്ത സ്റ്റോക്ക് HDFC ബാങ്ക് ആയിരുന്നു അല്ലെ. നമ്മൾക്ക് ആദ്യം അതിന്റെ മന്ത്ലി ചാർട്ട് ഒന്ന് കണ്ട് നോക്കിയതിന് സംഭവിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. മാത്രമല്ല ഈ ഭാഗങ്ങളിൽ വോളിയം ഇവിടെ പൊതുവെ കമ്പാരിറ്റീവ്ലി കുറവുമാണ്. അതുകൊണ്ട് നമുക്കിപ്പോ ഇനഫ് ഡാറ്റ ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കി ക്യാൻഡിൽസ് ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിൽ തീരുമാനമെടുക്കാൻ പറ്റും. എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളത് അക്യുമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതോ ഇതുപോലെ തന്നെ നമുക്കതിൽ ഡിസിഷൻ എടുക്കാൻ മാത്രം ഡാറ്റ ഇല്ല എന്നാണോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്? ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് ITC ആണ് നമ്മളുടെ അടുത്ത. ഈ സ്റ്റോക്കിൽ നമ്മളുടെ അടുത്ത വീഡിയോ, അതായത് നമ്മളുടെ 6th വീഡിയോ, നിങ്ങൾ ഇതുവരെയുള്ള 5 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാ സ്റ്റോക്കുകളിലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകളിലൊന്നും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ അധികം കാണാനാവില്ല. അതിലെല്ലാം റീ അക്യുമുലേഷൻ ആണ് സംഭവിക്കുക. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പിരമിഡിങ് നടത്തുന്നതാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, സാധാരണ ലോസ് വരുമ്പോൾ സാധാരണക്കാർ ആവറേജ് ചെയ്യാറുണ്ടല്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പിരമിഡിങ്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പോകുന്നില്ല. നമ്മൾ ഈ കാണുന്നത് ITCയുടെ സ്റ്റോക്കാണ്. ഇത് മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇടയ്ക്ക് ചെറിയ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ റീ അക്യുമുലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിലും മുകളിലേക്ക് നന്നായിട്ട് പോയിട്ടുള്ള സ്റ്റോക്കാണ്. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ വോളിയമാണ്. ബൈ ദ വേ, നമ്മളുടെ അടുത്ത വീഡിയോ ഞാനത് പറഞ്ഞു തുടങ്ങിയിരുന്നു. അടുത്ത 2 വീഡിയോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്. ഈ സീരീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അടുത്ത 2 വീഡിയോസ് ആണ്. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എങ്ങനെ ഏറ്റവും ബെറ്റർ എൻട്രി എടുക്കാം, അതായത് ഓരോ റീ അക്യുമുലേഷന് ശേഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ പിരമിഡിങ്ങിന് ശേഷവും സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാവുമ്പോൾ തന്നെ എങ്ങനെ കൃത്യമായി എൻട്രി എടുക്കാം എന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതായാലും നമുക്ക് ഇതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തുള്ള വോള്യം നോക്കൂ. തുടക്ക ഭാഗത്ത് 1995 അറൗണ്ട് ആയിരിക്കും ഇത് IPOയിൽ വന്നത്. ഒരു 99 വരെ ആദ്യത്തെ ഒരു 5-10 കൊല്ലങ്ങളിൽ നടന്നിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് വോള്യൂം നോക്കൂ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആരാണോ ഇത് ഹോൾഡ് ചെയ്യുന്നത് അവരന്ന് വാങ്ങിയതിന്റെ ശേഷം ഇത് കാര്യമായി വിറ്റിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്കായിരിക്കും. എപ്പോഴും എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടല്ല, ലോങ് ടേമിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലുള്ള അപ്സിങ്ങുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു അപ്സിങ് ഉണ്ട്. അതിനുശേഷം ചെറിയൊരു റീഅക്യുമുലേഷൻ നടന്ന് വീണ്ടും അപ്സിങ് നടന്നിട്ടുണ്ട്. മുകളിലേക്കുള്ള മൂവ്മെന്റ് കൂടുതലാണ്, ടൈം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും. ശേഷം നടന്ന റീഅക്യുമുലേഷൻ കുറച്ച് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും അത്യാവശ്യം നല്ല അപ് മൂവ് തന്നെ തന്നിട്ടുണ്ട്. ലോഗരിതമിക്